വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയ്ക്ക് പോവാട്ടോ. കുറേ പണികളുണ്ട് അല്ലേ? വേഗം കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. ബെഡ്ഷീറ്റ് മുടക്കട്ടെ. പിന്നെ എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഇടയ്ക്ക് അതൊക്കെ പറയുള്ളൂ. ചില സമയത്ത് മാത്രം ഓർമ്മ വേണം കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനിത് വിജയദശമി ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ഓർമ്മ വരും കേട്ടോ. നിങ്ങളോട് കൂടി പറയാം. 2 ദിവസം മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡാക്കി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വ്യൂസ് കുറയും. വ്യൂസ് കൂടിയാലും ലൈക്കൊന്നും കിട്ടണില്ല. ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാത്തത്? ഒന്ന് ലൈക്ക് ചെയ്ത് പോയിക്കൂടെ? വെറുതെ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നു, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തൂടെ? ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നീരവിന് ചെറിയൊരു ഇതുണ്ടായിരുന്നു. വയറുവേദനയാണ് മെയിനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികളുള്ള ഒരു പരമാവധി ബിസ്ക്കറ്റ് എന്നെ പോലെ മണ്ടത്തരാനും ചെയ്യരുത്. ബിസ്ക്കറ്റ്, നൂഡിൽസ് അങ്ങനെയൊന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ തന്നെ കഴിക്കുക. അവർക്ക് കൊടുക്കണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ള മടി കൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ്, ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് അച്ഛൻ ശീലിപ്പിച്ചതാ. കുട്ടി എണീറ്റ് വരുമ്പോൾ തന്നെ എന്തെങ്കിലും അരോളൂട്ടോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. കുട്ടി ഇങ്ങനെ വിശന്നിട്ടാണല്ലോ എണീക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ചെറുപ്പത്തിൽ ശീലിച്ചൊരു ഇതാണ്. പിന്നെ ഞാനത് ഫോളോ ചെയ്തു എന്നുള്ളൂ. പക്ഷേ ഇപ്പം അവന് അത് കൊടുത്തിട്ട് തന്നെയാണോന്ന് അറിയില്ല. ഇപ്പം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാവിലെ ബിസ്ക്കറ്റൊന്നും കഴിക്കാൻ നേരമൊന്നുമില്ല കേട്ടോ കുട്ടിക്ക്. അത് മെയിൻ കാര്യം. ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അത് അന്ന് മാവേലി പോകുമ്പോൾ സപ്ലൈക്ക് ഇല്ല, അങ്ങോട്ട് പോകുമ്പോൾ മേടിച്ച് വെച്ച ബിസ്ക്കറ്റാണ്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരു പാക്കറ്റ് ഇപ്പോഴും ബാലൻസാണ്. അപ്പോൾ അത്രമാത്രം ബിസ്ക്കറ്റൊന്നും കഴിക്കണില്ല. എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അതാട്ടോ അവന് കൊടുത്തു വിടുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു വയറുവേദന വന്നപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാട്ടോ എനിക്ക്. കാരണം നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്കാവും ഫുൾ റിസ്ക്. നീ അത് കൊടുത്തിട്ടാ ഇത് കൊടുത്തിട്ടാ അങ്ങനെ ഇല്ലാത്തതും പുകില് മുഴുവൻ നമ്മൾ അമ്മമാർക്കാവും. അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടേ എനിക്ക് ചെറുതായിട്ട് നല്ല ടെൻഷൻ നടന്നു കേട്ടോ. വയറുവേദന എന്താണാവോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഡോക്ടർ പറഞ്ഞു 3 ദിവസം മരുന്ന് കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കുട്ടിയുടെ കൈ കുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നമ്മുടെ താത്താനോട് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇനി ഞാൻ നല്ലൊരു ഇതെടുത്തു. എന്താ പറയുക, ഇനി കുട്ടിക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ലാത്തൊന്നും കൊടുക്കില്ല. വീട്ടിലെ ഫുഡല്ലാണ്ട് കൊടുക്കണില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അതപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്തിരി പണിയുണ്ട് എനിക്ക് പുറത്ത്. അതിന് മുന്നേ കുട്ടിക്ക് കറക്റ്റായിട്ട് ഇനി ഫുഡ് കൊടുക്കണം. അത് വെച്ചിട്ടാട്ടോ. എൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. ഇവന് നേരത്തെ ഞാൻ കട്ടൻ ചായയും കൊടുക്കാനൊന്നും നല്ലതല്ല. ഞാൻ എന്നാലും ഗ്യാസ് കയറണ്ടെന്ന് വെച്ചിട്ട് കൊടുത്തു. ഞങ്ങൾ ഇത്തിരി ലേറ്റായിട്ടോ എണീക്കാൻ. അതാണ് മെയിനായിട്ട്. രാത്രി ഇപ്പോൾ 2-3 ദിവസം രാത്രി എണീറ്റ് ഇന്നലെ നടന്നില്ല. പക്ഷേ അതിനും 2 ദിവസം മുന്നൊക്കെ രാത്രി 1 മണിക്കൊക്കെ എണീറ്റിട്ട് നല്ലപോലെ ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ഈ നേരമായി. അങ്ങനെ ഇതാ വേഗം ദോശയും പിന്നെ തക്കാളി ചട്നി ആട്ടം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അളവൊന്നും എനിക്കറിയില്ല. ഞാൻ രണ്ടും ഒരേപോലെ സബോളയും തക്കാളിയും എടുത്തിട്ട്, ചിലപ്പോൾ തക്കാളി കൂടി കഴിഞ്ഞാൽ നല്ല പുളി വരും. അതുകൊണ്ടാട്ടോ രണ്ടും സമാസം എടുത്തിട്ട്. പിന്നെ എനിക്ക് ഇപ്പം അടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടി ഇടുമ്പോഴേ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ പ്രാവശ്യം മേടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ദോശയും സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ എനിക്ക് വന്നത്. പക്ഷേ അമ്മ പറഞ്ഞു ഇഡ്ഡലി വേണ്ട, ദോശ മതി എന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ടേ. അങ്ങനെയാണ് വിശേഷങ്ങൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവന് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. ഞാൻ കുളിച്ച് വന്നിട്ട് എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ച് വിളക്ക് വയ്ക്കണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് ഒന്നാമത് ലേറ്റായി എണീക്കാൻ. പിന്നെ എനിക്ക് എന്തായാലും ഈ നേരമായില്ലോ. അപ്പോൾ ഒന്ന് അടിച്ച് തുടച്ച് മുറ്റത്ത് ഇത്തിരി പണിയുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നേരം വന്നിട്ട് വിളക്ക് വയ്ക്കാനാണ്. എന്തായാലും വിളക്ക് വയ്ക്കും. ആ നേരം ആകുമ്പോഴേക്ക് ഞാൻ വേഗം കുളിച്ച് പണിയോട് തീർക്കുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ദോശയും ചട്നിക്കുള്ള തക്കാളി എല്ലാം ഒന്ന് ശരിയായി വരുമ്പോഴേക്കും ഞാൻ ഓടി വന്നിട്ട് സാമ്പ്രാണി കത്തിക്കാം കേട്ടോ.
എപ്പോഴും സാമ്പ്രാണി എന്നാ വെള്ളു ദശാങ്ക കേട്ടോ. അത് മേടിക്കാണ്ടിരിക്കാൻ നല്ലത്. നല്ല പോലെ പുകയണുണ്ട്. പുകഞ്ഞിട്ട് എൻ്റെ ആ സാധനത്തിൻ്റെ ഉള്ളിൽ മുഴുവൻ കരിയുടെ കളർ വന്നു. പിന്നെ പോരാത്തതിന് വലിയ സ്മെല്ലില്ല. സ്മെല്ല് ഉണ്ടെങ്കിലും ഒരു 2 സെക്കൻഡ് ഉണ്ടാവും, അത്ര തന്നെ കേട്ടോ. അതിനകത്ത് ആ ദോശ ഒന്ന് റെഡിയായി 2 കൊണ്ട് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടെ ചുട്ട് കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു 2 പോരാ 3 വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വേഗം ഒരെണ്ണം കൂടെ ചുട്ട് അവനിതാ കൊടുക്കാൻ പോകുന്നത്. ആ പാന് എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുള്ള പാൻ വീഴും. എന്തോ ഒരു ഭാഗത്തിന് കാലുപ്പിക്ക് വീടില്ല കേട്ടോ. അപ്പോൾ അത് വേഗം മാറ്റിയിട്ട് പിന്നെ ഇതാ ചായ വയ്ക്കാനാണെന്ന് കേട്ടോ. കഫക്കെട്ട് ഉണ്ട്. പാല് കൊടുക്കണ അത്ര കഫക്കെട്ട് വരില്ല തോന്നുന്നു ചായക്ക്. അപ്പം എന്തായാലും ഞാൻ പാലിന് മുന്നേ കൂടി പൈസ കൊടുത്തോണ്ടേ, അപ്പോൾ ആ പൈസക്കുള്ള മേടിച്ച് വെക്കണ്ടേ, അങ്ങനെ ഞാൻ മേടിച്ച് വെച്ചതാണേ. പിന്നെ അതാ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ദിവസം നെയ്യ് ഉണ്ടാക്കണം. പക്ഷേ അതിനുള്ളതായിട്ടും ഇല്ല. അതാട്ടോ ഞാൻ ഉണ്ടാക്കാത്തത്. ഉണ്ടാക്കണം എന്നല്ല വീഡിയോയിൽ പറയുന്നുണ്ട്, നല്ലാണ്ട് ഉണ്ടാക്കണം കാണാനും ഇല്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ അതാ ഞാൻ ചായക്കുള്ളത് പാത്രത്തിൽ ഒഴിച്ചു. പിന്നെ ആ പാൽപ്പാട് എടുക്കേണ്ട നേരം കൊണ്ട് പാത്രം അടുപ്പത്തിരുന്നിട്ടേ ശൂന്നൊരു സൗണ്ടും വന്നു. പിന്നെ തക്കാളി ചട്നിക്കുള്ളത് അതും കൂടെ അവിടെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണക്കമുളകും ഇത്തിരി കളറുള്ള മുളക് പൊടിയില്ലേ അതായിട്ടേക്കണം. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അതാവാൻ വെയിറ്റ് ചെയ്തെങ്കിൽ ഞാൻ വേഗമാക്കി കൊടുത്തിരുന്നു. പക്ഷേ അവൻ ആദ്യം പറഞ്ഞു എനിക്ക് ചട്നി വേണ്ട, പഞ്ചസാര മതിയെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ മതി വെച്ചിട്ട് ഞാൻ അങ്ങനെ കൊടുത്തു കേട്ടോ. ഏതൊരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ നീതു അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു താത്ത ഇങ്ങനെ പറയുന്നുണ്ട് അവരുടെ മുഖത്തൊക്കെ പൊള്ളിയിട്ടേ. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാൻ ധൃതി കൂടിയിട്ട് അവർ ചൂടോടെ എടുത്ത് മിക്സിയിലിട്ട് അടിച്ചു അത്ര. അപ്പം തന്നെ അത് മൂടി ഒന്ന് സ്ലിപ്പായി തോന്നുന്നു ആ മിക്സിയുടെ മൂടി. എന്നിട്ട് അത് മൊത്തം മുഖത്ത് തെറിച്ചിട്ട് ആ ചൂടോടെയല്ലേ തെറിച്ചത്. മുഖം മുഴുവൻ പൊള്ളി. പിന്നെ മുളക് പൊടിയും സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ആ വീഡിയോ കണ്ടേ പിന്നെ ഞാൻ നല്ലപോലെ തണുത്തിട്ടാട്ടോ ചട്നി ഉണ്ടാക്കുക. അങ്ങനെ ഇതാ എല്ലായിടത്തും അടിച്ചു വാരി തുടച്ചു. അതിൻ്റെ ഇടയിൽ നീരവ് എനിക്ക് നീരവ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കണമാകുമ്പോൾ എനിക്ക് വിഷമമായിട്ട് പോയി എടുത്ത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൻ ഒറ്റയ്ക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് എൻ്റെ വായിൽ വെച്ചുതരാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വിളക്ക് വെച്ചിട്ട് കഴിക്കാം. അതിൻ്റെ ഇടയിൽ ഇത് അവൻ കഴിക്കാൻ ഇരിക്കുമ്പോൾ സത്യമാമ വിളിച്ചു പോവാണ്. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ സത്യമാമ ടാറ്റയ്ക്ക് കൊടുത്തിട്ടാട്ടോ പോവുള്ളൂ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇടത് കൈ കൊണ്ട് തരുന്നത്, വലത്തെ കൈ കൊണ്ടല്ലേ ടാറ്റ തരിക. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ദോശ കഴിക്കുക. പക്ഷേ അവൻ്റെ സത്യമാമയ്ക്ക് മനസ്സിലായില്ലേ അവൻ എന്താ പറയണമെന്ന്. ഇപ്പോൾ കാണിച്ചു തന്നത് സ്നേക്ക് പ്ലാന്റ് ആട്ടോ. കുറേ ഞാൻ വെയിറ്റ് ചെയ്യണു ഈ ഒരു സംഭവം കിട്ടാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പൂക്കളില്ലാത്ത ചെടികളൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ. അപ്പോൾ ചിഞ്ചു കൊണ്ട് വന്നതാണ്. കുറേ ഞാൻ ചോദിച്ചിട്ട് അത് മിനിയാൻ്റെയോടെ ഉണ്ട്. മിനിയാൻ്റി അതും എന്താ മറ്റേ സംഭവം വന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചിഞ്ചുങ്കി കയ്യോടെ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതാ വേഗം മുറ്റടിക്കാൻ വേണ്ടി അടങ്ങിയപ്പോഴേക്കും നമ്മുടെ നീരപ്പൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവൻ എന്നെ സഹായിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയില്ലേ അത് ഞാൻ ഇന്നലെ ചേച്ചിയോട് ഇവിടെ രഞ്ജന ചേച്ചിയോട് ചോദിക്കാറുണ്ട് അത് വല്ലാണ്ട് ഓവറാവുണ്ടോയെന്ന്. അത് ചേച്ചി പറഞ്ഞ് കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ വല്ലതും കേടുകിടുന്ന അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഭാഗമൊക്കെ ഇങ്ങോട്ട് പറിച്ചെടുത്തു. സുഖമാണ്. പിന്നെ അതാ ഇങ്ങനെ കുറേ ഭാഗം അങ്ങോട്ട് നടക്കുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ മേത്ത് വല്ല പുഴുവ എന്തെങ്കിലും കരിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി ഇങ്ങനെ ഇത് എനിക്ക് എപ്പോഴുള്ള പരിപാടിയാണ്, പക്ഷേ ഞാൻ അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രം. വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ ഞാനിങ്ങനെ കൊമ്പും മുറിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മീൻ വെട്ടണ കത്തറയുണ്ടല്ലോ അത് വെച്ചിട്ട് എല്ലാ ഭാഗവും അങ്ങോട്ട് കുറച്ച് ചില്ലകളൊക്കെ ഇങ്ങനെ കുറച്ച് മറ്റേ കോളാമ്പി ഉണ്ടല്ലോ അത് കുറച്ച് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങും. അങ്ങനെ കുറേ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീരവ് എന്നെ ചീത്ത പറയുന്നുണ്ട് അമ്മ എന്തിനാ പൂക്കളൊക്കെ മുറിച്ച് കളയണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കമ്പ് നല്ലതല്ല അധികം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയുക ചൈനീസ് വെച്ചോ ഇത് നിറച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇങ്ങനെ ചെടികളുടെ ഇടയിലൊക്കെ കൂടുതൽ കാണാം വലിയൊരു ചക്കപ്പോത്ത് പോലത്തെ ഒരു സാധനം. അതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം എടുത്ത് കളയുകയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ മണം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സാധനത്തിന്. ചീഞ്ഞ മണം എവിടെ കണ്ടാലും എനിക്കിപ്പോൾ ഓർമ്മ വരും ഞാൻ എവിടെയെങ്കിലും ഒച്ചിനെ കൊന്നിട്ടിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ സത്യമാണ് കേട്ടോ, അവിടെ മുഴുവൻ ഈച്ചയൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അതിനെ വേഗം എടുത്ത് കളയണം. ആ ഒരു ഓർമ്മയിൽ വേഗം വെട്ടി വെച്ച ചില്ലകളും സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞു. എന്നിട്ട് ഇതെല്ലാം കൂടെ അടിച്ച് ഒതുക്കി എടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ ഇവിടെ അടിച്ച് ഒതുക്കി ഇടുന്നത് വലിയൊരു തന്നെയാണ്. അതിട്ടതിനെ പിന്നാലെ പട്ടിയും പൂച്ചയും വന്നിട്ട് കാട്ടിട്ട് നശിപ്പിക്കുക കേട്ടോ നമ്മുടെ മുറ്റം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏത് പട്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലേ, കല്ലെറിഞ്ഞ് ഓടിപ്പിക്കാറുണ്ട്. വെട്ടിയുടെ കൊമ്പുണ്ടല്ലോ അതിലത്തെ പൂക്കളൊക്കെ അവൻ പെറുക്കിയിട്ട് കുറച്ച് കോളാമ്പി എടുത്തിട്ട് വിളക്ക് വെക്കേണ്ട ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ അങ്ങനെ കൊണ്ടുവയ്ക്കുക. എന്തായാലും വെച്ചോട്ടെ വിചാരിച്ചു.
അങ്ങനെ ഇവിടുത്തെ ചെമ്പരത്തിയുടെ കുറച്ച് ചില്ലകളുണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് വെട്ടിയെടുത്തു. എന്നിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് അതില്ലേ, അവിടെ എത്ര പുല്ല് പറിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ ശ്രദ്ധിക്കാറില്ല. ഇത്തിരിയും കൂടെ ആയിട്ട് നമുക്ക് ഒന്നും കൂടെ മറ്റേ പണിയണം, നല്ലപോലെ ഇരുന്നിട്ട് മാന്തണം. അങ്ങനെ ഇനി എന്തായാലും ഇവിടെ പണി കഴിഞ്ഞു. ഇനി വേഗം പോയിട്ട് തലയിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് വന്ന് പണിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വല്ല നീർക്കെട്ടോ അളകോ വിചാരിച്ചിട്ട് എന്തെങ്കിലും അടുത്തിൽ കൂടെ പോയാൽ മതിയല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ റിസ്ക് എടുത്തില്ല. നേരെ പോവുക, എണ്ണ തേക്കുക, നേരെ പോവുക, കുളിക്കുക, ആ ഒരു ഇതിൽ വന്നിട്ട് വേഗം എണ്ണ തേക്കുകയാണ്. പിന്നെ ഞാൻ അധികം എൻ്റെ കാർക്കൂന്തൽ കാണിച്ചു തരുന്നില്ല. മുടി ഒന്ന് സ്മൂത്തനിങ് ചെയ്തേ പിന്നെ എൻ്റെ കാർക്കൂന്തൽ നല്ല വൃത്തികേടായിട്ട് ഇരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇത്തിരി വളർന്ന് വരുന്നുണ്ട്. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈരപ്പൻ്റെ അടുത്തേക്ക് പോകണു. അപ്പോൾ അവനെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് നേരത്തെ ഇട്ടിട്ട് കുളിച്ചിട്ട് വിളക്ക് വയ്ക്കാറുന്നില്ലേ ചോദിച്ചിട്ടാണ്. ഇങ്ങനെ ഞാൻ വിളക്ക് വയ്ക്കാൻ നിൽക്കുമ്പോൾ കിണ്ടിയിൽ വെള്ളം അവനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ചൂട്ടിൽ തന്നെ ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു. എന്നിട്ട് ഞാൻ വിളക്ക് വയ്ക്കുമ്പോഴേക്കും അവൻ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു, ഇങ്ങനെ കിണ്ടിയുടെ ആ നീളമുള്ള ഭാഗമില്ലേ അവിടെ തുളസിയുടെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വെറുതെ ഒന്ന് ഭംഗിക്ക് വെച്ചപ്പോൾ പിന്നെ നീരവ് അത് സ്ഥിരമാക്കി കേട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കലും കഴിഞ്ഞ് നാമം ചൊല്ലിയിട്ട് രണ്ടാളും ഇന്ന് റെഡാണ് കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ട് ഇപ്പോൾ രണ്ടാളും കൂടെ റെഡ് ഇടും. പിന്നെ ഞാൻ ഈ പറയണത് ഫുഡ് അടിക്കണം, നല്ല വിശക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടോ. ഇനി ആദ്യം തൊട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ തക്കാളി ചട്നിക്കുള്ള സംഭവങ്ങൾ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. സാധാരണ പോലെ തക്കാളി, സബോള, പിന്നെ ഉണക്കമുളകില്ലേ അത് ചെറിയൊരു പീസായിട്ടുള്ളൂ. പിന്നെ കളറിനുള്ള കാശ്മീരി പൊടി, ഉപ്പ് അതൊട്ടിട്ടാട്ടോ ഞാൻ മിക്സിയിലടിക്കും. ഒരുവിധം മൂത്ത് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് ഇതേപോലെ വേപ്പില പൊട്ടിച്ച് കഴിഞ്ഞാൽ പരിപാടി സക്സസ്. അപ്പോൾ അതാണ് പിന്നെ ദോശയും കൂടെ. ഇനി നമുക്ക് നമ്മുടെ വിശേഷത്തേക്ക് കിടക്കാം കേട്ടോ. വിജയദശമി അപ്പോൾ ചെറുപ്പത്തിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെൺകുട്ടികളാകുമ്പോൾ ഡാൻസ് കളിപ്പിക്കണം എന്നൊക്കെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവും. അതേപോലെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ മോളെ ടീച്ചറാക്കണം. അത് അമ്മാമ്മയ്ക്കേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അമ്മേനെ ടീച്ചറാക്കണം എന്ന്. അങ്ങനെ അമ്മ ബികോം വരെയൊക്കെ പഠിച്ച് ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് പിന്നെ അച്ഛനായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അമ്മയ്ക്കുള്ള ആഗ്രഹം എന്നെ പഠിപ്പിച്ച് ടീച്ചറാക്കണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ അത് ഒരു സൈഡിൽ നടന്നില്ല കേട്ടോ. പിന്നെ വേറെ നടന്ന് എന്നെ ഡാൻസൊക്കെ പഠിപ്പിക്കണം എന്നാ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കണം കാണുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ എത്രയോ നാലിലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് തോന്നുന്നു ഞാൻ ഈ വിജയദശമി ദിവസമാണല്ലോ എല്ലായിടത്തും ഡാൻസൊക്കെ പഠിപ്പിക്കാം. അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ കൊണ്ടുപോയി. അന്ന് എന്താ ടീച്ചറുടെ പേരൊന്നും ഓർമ്മയില്ല. അന്നാട്ടോ ഞാൻ അഞ്ജന എന്നൊക്കെ ആദ്യം വീഡിയോയിലൊക്കെ പറഞ്ഞിടുന്നത്. അഞ്ജന മറ്റത്തുള്ളി എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ പരിചയപ്പെട്ടതാട്ടോ ഞങ്ങൾ. അമ്മയുടെ ഫ്രണ്ടാണ് അഞ്ജനയുടെ അമ്മ, ബിന്ദു ആൻറ്റി. അപ്പോൾ അങ്ങനെ നമ്മളിനെ അറിയാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സായത് അങ്ങനെയൊക്കെ കേട്ടോ. എന്നിട്ട് അവളും ഞാനും എല്ലാവരും കൂടെ ഡാൻസൊക്കെ പഠിക്കാൻ പോയി. എനിക്ക് പിന്നെ ഇങ്ങനെ ഡാൻസ് കളിക്കണവരെ ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ നല്ല രസമല്ലേ കാണാൻ, ഭംഗിയുള്ളവരെ ഇങ്ങനെ വായി നോക്കി നിൽക്കും. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ചേച്ചിമാരും എല്ലാവരും വരും. അപ്പോൾ അവരെ ബാക്കിയുള്ള സമയം അവരിങ്ങനെ വായി നോക്കിയിരിക്കുക, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് ബാക്കി ഉള്ള സമയം ഇങ്ങനെ പഠിപ്പിക്കുക, ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഡാൻസ് പഠിപ്പിക്കുക ആദ്യമൊക്കെ നമുക്ക് പതാക, തൃപ്പതാക അങ്ങനത്തെ കുറേ കാര്യങ്ങളാണല്ലോ വിരലോട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് താത്തയി തെയ്ത്ത അങ്ങനത്തെ സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ടാണല്ലോ ശരിക്കുള്ളതിലേക്ക് പോവുക. അത് താത്തയി തെയ്ത്ത ആ ഒരു സംഭവം എത്തിയപ്പോഴേക്ക് ടീച്ചറുടെ എനിക്ക് തല്ല് കിട്ടാൻ തുടങ്ങി. അതായത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ സ്കൂളിൽ ഡാൻസിനൊക്കെ വിളിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഓടിച്ചാടി പോകും. ഒന്നാമത് നമുക്ക് അത്രയും നേരം ക്ലാസ്സിലിരിക്കേണ്ട, ഡാൻസിന് പോലെ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ മേക്കപ്പ് ചെയ്യും, ആനുവൽ ഡേക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓടിച്ചാടി പോവും. പക്ഷേ എന്നെ മാത്രം ടീച്ചർ എടുക്കില്ല കേട്ടോ. എനിക്ക് അതായിരുന്നു ഭയങ്കര വിഷമമുള്ള കാര്യം. എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തും. ബാക്കി എൻ്റെ കൂടെയുള്ള അനു, രേഷ്മ, ഞങ്ങൾ മാളൂന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പിള്ളേരുണ്ട്, അവരതിനൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയിട്ടോ. അവർ ഡാൻസിലുള്ള ഒരു ടീമായി പോയി. ഞാൻ മാത്രം ഇതിനില്ലാണ്ടായി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ.
അങ്ങനെ തന്നെ ഡാൻസ് പഠിക്കാൻ പോയപ്പോഴും ഉണ്ടായത്. മേലനങ്ങി കളിക്കാത്തതാട്ടോ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു. എനിക്ക് മേലനങ്ങി കളിക്കാൻ അറിയില്ല. അത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്നോട് ടീച്ചർക്ക് എന്തോ വലിയ ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഞാൻ ടീച്ചറോട് മിണ്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്താ പ്രശ്നം എന്ന്. മേലനങ്ങി കളിക്കില്ല, അതന്നെ എൻ്റെ തലയും കൈയും മാത്രമേ അനങ്ങുള്ളൂ. അപ്പം അങ്ങനെ എന്നെ ഒഴിവാക്കി വിട്ടു ഗൈസ്. അങ്ങനെ എനിക്ക് ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയപ്പോഴും അതേപോലെ തന്നെ എന്നും അടി കിട്ടും. മറ്റേ തട്ടണ സംഭവമില്ലേ, ഒരു എന്താ പറയുക, ചപ്പാത്തി പലക പോലത്തെ ഒരു സാധനത്തിലല്ലേ ഈ ടീച്ചർ ഇട്ടിട്ട്, ആ പരത്തണ സാധനം പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതിട്ടിട്ട് ഇങ്ങനെ അടിക്കല്ലേ ചെയ്യുക ഓരോ ടൂണിൽ. അപ്പം അതേപോലെ ആ സാധനം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാലുമിട്ട് കൊട്ടി എൻ്റെ കാല് വേനെടുക്കാൻ തുടങ്ങിയിട്ടേക്ക് നല്ല ദേഷ്യം വരും. ഒരു ദിവസം തന്നെ 3-4 കൊട്ട് കിട്ടും. ആ ഒരു കട്ടിയുള്ള സാധനത്തോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സുഖം. ഞാൻ അമ്മേനോട് പറഞ്ഞ് ആ പരിപാടി നിർത്തിയിട്ടോ ഡാൻസ്. പിന്നെ പാട്ടിന് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അവിടെ ചേച്ചിമാരൊക്കെ പാട്ടിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ സൗണ്ട് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ അങ്ങോട്ട് വിട്ടില്ല. അമ്മയ്ക്ക് ഡാൻസ് തന്നെയായിരുന്നു ഇഷ്ടം. പിന്നെ നമ്മുടെ പിന്നെ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആനുവൽ ഡേക്ക് പറഞ്ഞ ക്ലാസ് തെറ്റിപ്പോയി. അപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആ ഡാൻസിൻ്റെ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4-ാം ക്ലാസ് ആയപ്പോൾ ഈ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന പിള്ളേരുടെ കൂടെ തന്നെ ഡാൻസൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ കയറിപ്പോയി. അങ്ങനെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാവില്ല. ഇരിക്കും, അറിയില്ല ഇനി എന്താ ചെയ്യണ്ടാണോന്ന് അറിയില്ല. എന്നെ അങ്ങനെ ഒരു വട്ടം അങ്ങോട്ട് മേക്കപ്പ് ചെയ്ത് അങ്ങനെ കളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ മറ്റേ പാവാട അങ്ങനെ ഒരു പാട്ട് കേട്ടോ. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെനിക്ക് നല്ല ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം, നല്ല സന്തോഷമുള്ള സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ വിജയദശമി ഓർമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഭരതനാട്യം പഠിക്കാൻ പോയിട്ടാട്ടോ ടീച്ചറുടെ നിന്ന് ആ സംഭവം കൊണ്ട് തല്ല് കിട്ടിയിട്ട് ഞാൻ നിർത്തിയത്. അതിന് അഞ്ജനയും എല്ലാവരും പഠിച്ചവരൊക്കെ അഞ്ജനയുടെ അരങ്ങേറ്റം കഴിഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും ഒരുവിധം പഠിച്ചടങ്ങി, ഞാൻ മാത്രം പകുതിയിൽ നിർത്തി. കാരണം എനിക്ക് തല്ല് കിട്ടി എൻ്റെ കാല് വേദനെടുക്കാൻ തുടങ്ങി. അതന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അമ്മയുടെ ആഗ്രഹം പോലെ എൻ്റെ ഒരാഗ്രഹം എൻ്റെ മകനെ കൊണ്ട് ഡാൻസ് എന്നല്ല, വേറൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സസ്പെൻസാണ് മക്കളെ, നിങ്ങൾ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ കാണ്. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് കുത്തിക്കാച്ചാനാണ്. പിന്നെ കോവക്കായ ഞാൻ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അപ്പോൾ കുറച്ച് ആളായിൽ എൻ്റെ മകൻ കത്തി തൊട്ടിട്ട്, അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ മുറിച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് വീണ്ടും ഒരു പണിയായിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ശരിയായിട്ടോ. പിന്നെ അങ്ങോട്ട് അവൻ ശരിക്കും മുറിക്കാൻ തുടങ്ങി. എന്നാലും ഞാനിങ്ങനെ മെല്ലെ പറയുന്നുണ്ട് അവനോട്. രഞ്ജനേച്ചി തന്നതാ. ഇവിടെ ഇങ്ങനെ പൂജ വെപ്പ് സമയത്ത് കരിമ്പ് അങ്ങനത്തെ കുറച്ച് പതിവുകളുണ്ട്. ഞാൻ മേടിക്കാറില്ല, രഞ്ജനേച്ചിന് എനിക്ക് തരാറ് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് പിന്നെ പലഹാരം. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് വേണ്ട, അധികമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. നല്ല കുട്ടിയാട്ടോ, എന്ത് പറഞ്ഞാലും പിന്നെ അനുസരിക്കും. അങ്ങനെ ഞാൻ അത് മുഴുവൻ തിന്നു. അവന് വയറ് വേദനയാണല്ലോ, അപ്പോൾ പലഹാരം ഒന്നും അധികം വേണ്ട പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ 2 അടുപ്പത്തുള്ളതുകൊണ്ട് പിന്നെ ഉപ്പേരി വയ്ക്കാൻ അടുപ്പില്ലല്ലോ. അപ്പം ഞാൻ കുക്കർ വിസിലടിക്കണ വരെ തുണിയോട് മടക്കാണ്ടായിരുന്നു. 2 ദിവസത്തെ തുണിയോടുണ്ടായിരുന്നു. ഇവന് വയ്യാത്തതുകൊണ്ട് പിന്നെ എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ അങ്ങനെ കൂട്ടി വെച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ മടക്കാൻ ഇരിക്കുമ്പോഴാണ് രഞ്ജനേച്ചി ആ സംഭവം തരാൻ വിളിക്കണത്. അങ്ങനെ അത് പോയി മേടിച്ച് ഇവിടെ വന്നിരുന്ന് കഴിക്കലൊക്കെ ആയി. അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ തുണികൾ മടക്കാൻ അവൻ്റെ തുണികൾ മടക്കണം എന്ന് പറഞ്ഞിട്ട് വന്ന് മടക്കണുണ്ട്, എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പം ഞാൻ കുട്ടീനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടു. നിൻ്റെ ഡ്രസ്സ് നീ എന്നെ മടക്കിക്കോ പറഞ്ഞു. അങ്ങനെ മീഷോ എന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു സന്തോഷമാണ്. ഗപ്പിക്ക് വീണ്ടും കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളുണ്ടായിരുന്നില്ലേ, അതിൽ 3 കിട്ടിയുള്ളൂ. ബാക്കിയൊക്കെ ചാവ് എന്തൊക്കെയോ ആയി. അപ്പോൾ 3 ഇങ്ങോട്ട് തൊട്ടു, ബാക്കി എല്ലാത്തിനും മറ്റേ കപ്പിലേക്കിട്ടേക്ക്. നിങ്ങളൊക്കെ മടക്കിയതാ റൂമിലേക്ക് കൊണ്ടുവരണതേ. കുട്ടി മടക്കിയതൊന്നും അങ്ങോട്ട് സെറ്റായിട്ടില്ല. അപ്പോൾ അവന് അത് വിഷമം. ഇനിയിപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് അതെടുത്തിട്ട് ആക്കട്ടല്ലോ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ആക്കുക. അപ്പോൾ അവൻ ഓടി വന്നുട്ടോ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞ് വരുന്നുണ്ട്. ഓട്ടർഷ ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗം പൊട്ടിയുണ്ട്, അത് ഒട്ടിച്ചേരുമോ എന്നൊക്കെ ചോദിച്ചാൽ, എന്തായാലും ഈ ഒരു പണി തീർത്തിട്ട് അടുക്കളയിൽ വന്ന് കൂട്ടാനൊന്ന് കാച്ചണമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് വിട്ടുകൂട്ടോ അവനെ. അങ്ങനെ പരിപ്പ് കുത്തിക്കാച്ചുക, ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇല്ലേ അത് ചതച്ചിട്ട് പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് നമ്മുടെ പരിപ്പില്ലേ കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കും.
എൻ്റെ ഇപ്രാവശ്യത്തെ പരിപ്പ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഒരു സ്മെല്ലും ഇല്ല, ഒരു എന്താ ചക്കപ്പോട്ട് പോലത്തെ ഒരു ഇതായിരുന്നു പരിപ്പ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര ഗ്യാസ്, അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ്റിലാകെ എന്തൊരു പ്രശ്നം, പഴക്കം കെട്ടിയിട്ടാണ് തോന്നുന്നു. ഇനി ഒന്നുകൂടെ ഇത് കളഞ്ഞാലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. എന്തായാലും ഇരിക്കട്ടെ വെച്ചിട്ട് അതൊന്ന് കുത്തിക്കാച്ചി പിന്നെ അതാ കോവക്കായ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബോള വെറുതെ മൂപ്പിച്ചിട്ട് അതിൽ ഇടിച്ച മുളകും, ഇതിലേക്ക് ഇടിച്ച മുളക് തന്നെയാട്ടോ ഇടുക, പിന്നെ കുറച്ച് വേപ്പിലയും പിന്നെ കോവക്കായ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെ അടച്ചു വയ്ക്കും. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്ര നല്ലത്. അമ്മ അങ്ങനെ ഉണ്ടാക്കും, അമ്മ ഉണ്ടാക്കണത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ അതങ്ങനെ അടച്ചു വെച്ചിട്ട് പാത്രങ്ങളുണ്ടായിരുന്നു. ഇതാ കണ്ടോ 1:30 കേട്ടോ. ഇതൊന്ന് വിസിലടിച്ച് ഒന്ന് സെറ്റായി വരാൻ അങ്ങനെ പാത്രങ്ങളുണ്ടായിരുന്നത് വേഗം ഒന്ന് എടുത്ത് വെച്ചു, കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അത് ലോഡാവണ്ടാ വെച്ചിട്ട് അപ്പോഴേക്കും ഇനി അടുത്ത പാത്രങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ഇതെടുത്തിട്ട് മാറ്റാം, ഇതിലത്തെ വെള്ളം തുറന്നിട്ടുണ്ടെങ്കിൽ. അതാണ് എൻ്റെ കണ്ണിങ് പ്ലേ. അപ്പോൾ ഇതാ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് ഇനി നമ്മുടെ ഉപ്പേരി വേവണ സമയം കൊണ്ട് നമുക്ക് ഇവനെ കൊണ്ടൊന്ന് ആവി പിടിപ്പിക്കണം. കാരണം നല്ല കഫക്കെട്ടുണ്ട് കേട്ടോ ചുമയ്ക്കുമ്പോൾ. ഇവനടുത്ത് കൂടെ പോയാൽ മതി, അപ്പോഴേക്കും നല്ല കഫക്കെട്ട് വരും, ഛർദിയാവും, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവി പിടിപ്പിക്കാം. ആക്ഷൻ കണ്ടിട്ട് എന്താ മാജിക് കാണിക്കണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആവി പിടിപ്പിക്കുമ്പോഴേ ഇവന് ആവി മൊത്തം കണ്ണിലേക്കും ചെവിയിലേക്കൊക്കെയാണ് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ മൂക്കിലേക്കിടെ ഇടയ്ക്ക് ഒന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ ഒന്ന് കാറ്റടിപ്പിച്ച് വിട്ടതാട്ടോ. അങ്ങനെ അതൊക്കെ ആവണേൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയി ഉപ്പേരി അടി പിടിക്കാണ്ടിരിക്കാൻ നോക്കിയെടുത്തു. അങ്ങനെ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുർത്തിയാണേ. അപ്പം ഞാൻ അത് ഷോർട്സിലിടാൻ വെച്ചിട്ടെങ്കിൽ ഷോർട്ടിലിടാൻ വേണം, ഒരു കണ്ടൻറ്റ് കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ അത് തന്നെ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇത്രയുള്ള വീഡിയോ. ഉച്ചയ്ക്ക് നമ്മളിത് കഴിക്കണ അധികം ഒന്നും എടുത്തിട്ടില്ല, ഈ ഒരു കഞ്ഞി ഉപ്പേരി തന്നെ എടുത്തപ്പോഴേക്ക് നല്ല ലെങ്ത്തായിട്ടാണ്, 1 മണിക്കൂറിന് മേലെ ഉണ്ടാണെന്ന് ഞാൻ ഷോർട്ടാക്കി ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.